നന്ദനയും ജാസ്മിനും തമ്മിൽ ഇന്നൊരു വഴക്ക് നടക്കുന്നുണ്ട്. ഇന്നലെ ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു. രതീഷിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഒരു വഴക്കാവുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, രതീഷിന്റെ ഒരു ഫീമെയിൽ വേർഷൻ ആയിട്ടാണ് നന്ദനേനെ തോന്നിയത്. പക്ഷെ രതീഷ് ഇത്രയും വെറുപ്പിച്ചിട്ടില്ല. ഒരു 30 സെക്കൻഡ് പ്രോമോയിൽ പോലും ആള് ഭയങ്കര എന്റർടൈനർ ആയിരുന്നു. നന്ദന പക്ഷെ നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. ഗബ്രിയെ മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റത്തുള്ളോ ജാസ്മിന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത്. അപ്പൊ ജാസ്മിൻ പറയുന്നു, ഞാൻ എല്ലാരെയും കെട്ടിപ്പിടിക്കും, നിങ്ങൾ ഗബ്രിയെ മാത്രമേ കാണത്തുള്ളൂ എന്ന്. അപ്പൊ ഉടനെ നന്ദന, രാത്രിയും പകലും ഒക്കെ അത് തന്നെയാ, നിങ്ങൾക്ക് വേണ്ടി എന്ത് ഉടുപ്പ് തയ്ച്ചു വെക്കുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് നന്ദന അതിൻ്റെ അകത്ത്. ജബ്രി കോംബോയ്ക്കെതിരെ കളിക്കണം എന്നതാണ് നന്ദനയുടെ ഗെയിം പ്ലാൻ. ഓക്കെ, സമ്മതിച്ചു, പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് പോയതാണ്. പക്ഷെ കെട്ടിപ്പിടിച്ചതൊക്കെ വഴക്കാക്കാൻ നിൽക്കുവാണെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവത്തുള്ളൂ നന്ദനെ. ജാസ്മിനെതിരെയൊക്കെ എന്തൊക്കെ എടുത്തിട്ട് വഴക്കുണ്ടാക്കാം. കെട്ടിപ്പിടിച്ച് പ്രൊവോക്ക് ചെയ്യുന്നത് വലിയ ഗെയിമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് 1 ഹാൻഡ് ഡിസ്റ്റൻസ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്, പേഴ്സണൽ സ്പേസ്. എന്തായാലും നമുക്ക് നോക്കാം. പ്രോമോയെ നമ്പാൻ പാടില്ല എന്നാണ് പ്രമാണം. ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ വലിയ വഴക്കാണെന്ന് പറഞ്ഞ് കാണിക്കും പ്രോമോയില്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രോമോസ് വെച്ച് അധികം വീഡിയോസ് ചെയ്യാത്തത്, പ്രത്യേകിച്ച് വഴക്ക് കാണിക്കുന്ന സമയത്ത്. ലൈവിൽ കണ്ടതിന് ശേഷം മാത്രം ബാക്കി നമുക്ക് സംസാരിക്കാം. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.